മനുഷ്യൻ കണ്ട ഏറ്റവും ദുരൂഹമായ UFOകളിൽ ഒന്നിനെ പറ്റി ഞാൻ പറയാം. UFOയുടെ ആർക്യൂസും പബ്ലിക്കിന് വിട്ടുതരാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്താണ് ഉണ്ടായിരുന്നത്? ഏലിയൻ ആണോ? അങ്ങനെ ട്രംപ് പറഞ്ഞ വാക്ക് പാലിച്ചു. ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വിടാം എന്ന് പറഞ്ഞ പോലെ ട്രംപിന്റെ മറ്റൊരു വാഗ്ദാനമായിരുന്നു UFOയെ പറ്റിയുള്ള ട്രാൻസ്പെറൻസി. എപ്സ്റ്റീൻ ഫയൽസ് ഓൾറെഡി പബ്ലിക്കിന് വിട്ടു തന്നു. ഇപ്പോൾ UFOയുടെ ആർക്യൂസും പബ്ലിക്കിന് വിട്ടുതരാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഈ UFO ആർക്യൂസ് പുറത്തിടുമ്പോൾ നമ്മൾ എന്താണ് അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ആദ്യമായിട്ടാണോ US UFO ആർക്യൂസ് പബ്ലിഷ് ചെയ്യുന്നത്, അതോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. എന്നാൽ മുമ്പ് പബ്ലിഷ് ചെയ്ത UFO ആർക്യൂസിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഏലിയൻ ആണോ, അതോ സ്പേസ്ഷിപ്പുകളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? അതിനു മുമ്പ് നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. UFO എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നേരെ ചിന്തിക്കുന്നത് ഏലിയൻ എന്നാണ്. എന്നാൽ UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്നാൽ ഒരു വസ്തു അത് പറക്കാൻ കഴിവുണ്ട്, എന്നാൽ നമ്മൾക്കത് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാധനം, ആ ഒരു സാധനത്തെയാണ് UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കറുത്ത ബലൂൺ വളരെ വിചിത്രമായ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി അതിൽ ഹൈഡ്രജൻ നിറച്ച് പറത്തിവിടുകയാണ്. നിങ്ങൾ ദൂരെ നിന്നും ഇത് ആകാശത്ത് കാണുമ്പോൾ നിങ്ങൾക്കിത് ഈ ഷേപ്പും ഇതിൻ്റെ കളറും കാണുമ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അത് ഒരു UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആണ്. ഇനി ആരാണ് ഈ UFO ഫൂട്ടേജസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അതിനുശേഷം ആരാണ് ഇത് പരിശോധിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ അറിയണം. അമേരിക്കൻ മിലിറ്ററി ക്യാമറകളും റഡാറുകളും എസ്പെഷ്യലി അവരുടെ ഫൈറ്റർ ജെറ്റുകളുടെ റഡാറുകളും ക്യാമറകളുമാണ് ഈ UFO ഫൂട്ടേജുകൾ കൂടുതലായി റെക്കോർഡ് ചെയ്യുന്നത്. ഇതിനുശേഷം ഇത് റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന 3 ഏജൻസികളുടെ പേര് ഞാൻ പറയാം. 1 നാസ, 2 പെന്റഗൺ. ഈ 2 പേരുകളും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന 3ാമത്തെ പേര് നിങ്ങൾക്കധികം പരിചയം കാണാൻ സാധ്യതയില്ല. എയ്റോ എന്ന ഓൾ ഡൊമൈൻ അനോമലി റെസല്യൂഷൻ ഓഫീസ്. ഈ അടുത്ത കാലത്ത് പ്രധാനമായും UFOകളെ പറ്റി പഠിക്കാൻ അമേരിക്ക ഉണ്ടാക്കിയ പുതിയ വിങ്. എന്നാൽ ഇവരുടെ ലക്ഷ്യം ഏലിയൻസ് അല്ല, പകരം എനിമി ത്രെഡ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും UFOയും എനിമി ത്രെഡ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നത്. ഈ AARO അഥവാ എയ്റോ റിവ്യൂ ചെയ്ത അല്ലെങ്കിൽ പരിശോധിച്ച UFO ഫൂട്ടേജുകളുടെ എല്ലാം റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ മിക്കതും കിളികളോ പ്രാണികളോ അല്ലെങ്കിൽ ക്യാമറ ഗ്ലിച്ചോ എറേഴ്സോ ആണ്. ചിലത് ഡ്രോണുകളും ബലൂണുകളും ഒക്കെയാണ്. ഈ ഡ്രോണുകളിൽ ചിലത് സിവിലിയൻസ് തന്നെ, അതായത് അമേരിക്കയിലെ സിവിലിയൻസ് തന്നെ പറത്തിവിടുന്ന ഡ്രോണുകളാണ്. എന്നാൽ ചിലത് ഫോറിൻ രാജ്യത്ത് നിന്നുമുള്ള ഡ്രോണുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ UFOയും എനിമി ത്രെഡ്സും തമ്മിലുള്ള ബന്ധം? ഇങ്ങനെ എയ്റോ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച UFO ഫൂട്ടേജസും അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിപ്പോർട്ട് അടക്കം എയ്റോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ പോയി കാണാം എന്ന രീതിയിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഈ UFO എന്ന് പറയുമ്പോൾ നേരെ ഏലിയനിലേക്ക് കണക്ട് ചെയ്യുന്ന കാരണം ഇപ്പോൾ ഇവരെല്ലാം ഇതിനെ UAP അഥവാ അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിനൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കിളികളെയും മറ്റുമെല്ലാം ഇവർ UFO ആണെന്ന് തെറ്റിദ്ധരിച്ചത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്യുന്ന ക്യാമറകൾ, റഡാറുകൾ, ഇതിലെല്ലാം വരുന്ന ഫൂട്ടേജ് നമ്മൾ കാണുന്ന പോലെ നമ്മളുടെ ഫോൺ ക്യാമറയിലോ അല്ലെങ്കിൽ മറ്റു ക്യാമറകളിലോ പകർത്തുന്ന പോലെയുള്ളൊരു ഫൂട്ടേജ് ആയിരിക്കില്ല. പകരം ഇവർ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ക്യാമറകളാണ്. അതിലെടുക്കുന്ന ഒരു ഫൂട്ടേജ് ഇപ്പോൾ നിങ്ങൾ എന്നെ ഈ കാണുന്നത് എങ്ങനെയാണോ അതിലും വളരെ മോശമായ ഫൂട്ടേജുകളായിരിക്കും. പക്ഷേ ചില നേരത്ത് ഇവ അസ്വാഭാവികമായി മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ഇവർ ഇത് UFO ആണെന്ന് തെറ്റിദ്ധരിക്കും.
എയറോ റിവ്യൂ ചെയ്ത ഈ UFO ഫുട്ടേജുകളിൽ ഒട്ടുമിക്കതും ഇതുപോലെ കിളികളും ക്യാമറ ഗ്ലിച്ചസുമാണ് എന്നൊക്കെയാണ് കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ ചിലതൊന്നും അവർക്ക് എന്താണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്നാൽ ഇതിനർത്ഥം അതെല്ലാം ഏലിയണോ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറിസ്ട്രിയൽ ആയിട്ടുള്ള എന്തെങ്കിലുമാണ് എന്നല്ല. പകരം അവർക്ക് അത് എന്താണ് എന്ന് ഉള്ള ഒരു നിഗമനത്തിലെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഗ്ലിച്ചസോ അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെയുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സോ ആയിരിക്കാം. എന്നാൽ ഇതുപോലെ കണ്ടെത്താനാവാത്ത എന്താണ് എന്ന് കണ്ടെത്താനാവാൻ പറ്റാത്ത മനുഷ്യൻ കണ്ട ഏറ്റവും ദുരൂഹമായ UFOകളിൽ ഒന്നിനെ പറ്റി ഞാൻ പറയാം. ദ ടിക് ടാക് UFO. 2004 ടിക് ടാക്കിൻ്റെ ആകൃതിയിലുള്ള ഒരു UFO ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ റഡാറിൽ പെടുകയുണ്ടായി. മറ്റൊരു കാര്യം എന്തെന്നാൽ ആ ഫൈറ്റർ ജെറ്റിൻ്റെ റഡാറിൽ മാത്രമല്ല മറ്റു പല റഡാറുകളിലും അന്ന് ആ UFO പെട്ടിരുന്നു. ഇതിലെല്ലാം ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ അന്ന് ആ ഫൈറ്റർ ജെറ്റിലുണ്ടായിരുന്ന പൈലറ്റും അയാളുടെ വിങ്മാനും ആ UFOയെ നേരിട്ട് നഗ്നനേത്രങ്ങളോടെ കണ്ടു. അവർ പറഞ്ഞത് ഒരു ടിക് ടാക്കിൻ്റെ ഷേപ്പിലുള്ള വളരെ സ്മൂത്തായ പ്രതലമുള്ള വെളുത്ത നിറമുള്ള ഒരു ഒബ്ജക്റ്റ്, അതിന് മറ്റു ഓപ്പണിങ്ങുകളോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടും തന്നെ ഇല്ല. അന്ന് അവർ ആ UFOയെ ചേസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ UFO ആക്സിലറേറ്റ് ചെയ്ത് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ UFOയുടെ ആക്സിലറേഷനെ പറ്റി അവർ പറഞ്ഞത് ഇംപോസിബിൾ എന്നാണ്. അതായത് 2 വർഷം മുമ്പ് ഡേവിഡ് ഫ്രേവർ എന്ന ഈ പൈലറ്റ് കൊടുത്ത ഒരു ടെസ്റ്റിമോണി, അതായത് വെറും 2 വർഷം മുമ്പ് കൊടുത്ത ടെസ്റ്റിമോണിയിൽ പറഞ്ഞത് ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു ആക്സിലറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജി ആയിരുന്നു ആ UFOയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അതുകൂടാതെ അയാൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു ഇത് നമ്മളുടെ ലോകത്ത് നിന്നും ഉള്ള ഒരു ഒബ്ജക്റ്റ് അല്ല എന്നും പറഞ്ഞിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ഗവേഷണങ്ങൾ ഈ UFOയെ പറ്റി നടന്നിട്ടുണ്ട്. പക്ഷേ അത് എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ ഉത്തരമേ പറയാനുള്ളൂ: നോ ഐഡിയ. എന്താണ് അത് എന്നതിന് ഒരു ഉത്തരം ഇന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ റിലീസ് ചെയ്യാൻ പോകുന്ന UFO ആർക്കൈവ്സിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇതേപോലെ ക്യാമറ ഗ്ലിച്ചസും കിളികളും എല്ലാം തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ടിക് ടാക് UFO പോലെ എന്തെങ്കിലും ഫൂട്ടേജസോ അല്ലെങ്കിൽ ഏതെങ്കിലും പൈലറ്റ്സിൻ്റെ ടെസ്റ്റിമോണിയോ ഉണ്ടാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഈ എക്സ്ട്രാ ടെറിസ്ട്രിയൽ ലൈഫ് അല്ലെങ്കിൽ ഏലിയൻസിൻ്റെ സാന്നിധ്യം കാണിക്കുന്ന എന്തെങ്കിലും ആർക്കൈവ്സ് അതിലുണ്ടാകാനുള്ള ചാൻസ് ഒരു 100% മാത്രമായിരിക്കും. ഈ ആർക്കൈവ്സ് എന്ന് പുറത്തുവിടും എന്ന് കൺഫേംഡ് അല്ല. പക്ഷേ 5-6 മാസത്തിനുള്ളിൽ തന്നെ ഇത് പ്രതീക്ഷിക്കാം. ഇത് എയറോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.